അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരട്ടെ, ജീവിതത്തിലെ പ്രതിസന്ധികൾ അകറ്റിത്തരട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ, കടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ്, ഉസ്താദെ, എന്ത് ചെയ്തിട്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറുന്നില്ല, വരുമാനം വർദ്ധിക്കുന്നില്ല, ജോലിയിൽ സാലറി വർദ്ധിക്കുന്നില്ല, അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്താലും അതിൽ തടസ്സമാണ്, വീട് പണി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഉസ്താദെ, മക്കളുടെ വിവാഹാലോചന നടക്കുന്നുണ്ട് പക്ഷേ അത് ശരിയാകുന്നില്ല, ജോലി അന്വേഷിക്കുന്നുണ്ട് അതൊന്നും ശരിയാകുന്നില്ല, കച്ചവടം തുടങ്ങി അതിലൊരു ബറക്കത്തുമില്ല, അതിലൊക്കെ തടസ്സങ്ങളാണ്, കാര്യങ്ങളൊന്നും എളുപ്പമാകുന്നില്ല, കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളാണ് എന്ന് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ അത്ഭുതകരമായ ഒരു കുഞ്ഞു ആയത്ത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കുഞ്ഞു ആയത്ത് എല്ലാ ദിവസവും രാവിലെ 9 പ്രാവശ്യം നിങ്ങൾ ഓതാൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് വരുമാനം വർദ്ധിക്കും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല, ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല, ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്കും നമ്മളെ മക്കൾക്കും കുടുംബങ്ങൾക്കും രക്ഷ നൽകുകയാണ്. ഏതാണ് ആ ആയത്ത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ഈ ആയത്ത് സൂറത്തു ശൂറയിലാണുള്ളത്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഇങ്ങനെ 9 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. തുടക്കത്തിൽ ബിസ്മി ഒഴിവാക്കരുത്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഅ വഹുവൽ ഖവിയ്യുൽ അസീസ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമോ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവുമാണ് ചൊല്ലേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിസ്കരിക്കാതെ ഈ ആയത്തുകളൊന്നും ഓതിയാൽ ഒരു ഫലവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂല. അപ്പൊ ആദ്യം നിസ്കരിക്കുക, സുബ്ഹി നിസ്കരിക്കുക, എന്നിട്ട് അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് 9 പ്രാവശ്യം ചൊല്ലുക. ഓതുമ്പോൾ ഉളു ഉണ്ടായിരിക്കൽ നല്ലതാണ്, കാരണം നമ്മൾ ഓതുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം 9 പ്രാവശ്യം ചൊല്ലുക. ഈ പരിശുദ്ധമായ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ ക്ലാസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ അള്ളാഹ് ഈ പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റിത്തരണേ അള്ളാഹ്. ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ്, സമാധാനം നൽകണേ അള്ളാഹ്. പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവസാനത്തെ 10ൽ പ്രത്യേകമായി ചൊല്ലേണ്ട ആ 2 ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മളെ ക്ലാസ് നമ്മൾക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാവരും നമ്മളെ ക്ലാസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.